ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ കാൻഡിൽ സിക്സ് പാറ്റേൺസിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഏകദേശം 59 കാൻഡിൽ സിക്സ് പാറ്റേൺസ് ഉണ്ട്. അതിൽ ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു 6 ഉണ്ട്. അതിൽ 3 കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാൻഡിൽ സിക്സ് പഠിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്ന പ്രോബിലിറ്റി കൂടുതൽ, വിന്നിംഗ് പ്രോബിലിറ്റി കൂടുതൽ കിട്ടുന്ന കാൻഡിൽ സിക്സിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 3 ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. നമ്മൾ ഈ ഒരു സംഭവം ജസ്റ്റ് ഒരു കാൻഡിൽ സിക്സ് പാറ്റേൺസ് പഠിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യല്ല. നമ്മൾ നമ്മുടെ ട്രേഡിംഗ് സീരീസ്, പല രീതിയിലുള്ള ട്രേഡിംഗ് സീരീസ്, നിങ്ങൾ സ്മാർട്ട് മണി പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്, പ്രൈസ് ആക്ഷൻ സീരീസ്, സ്മാർട്ട് മണി എന്ന് പറഞ്ഞിട്ട് പല രീതിയിൽ, SMC എന്ന് പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള ട്രേഡിങ്ങിന്റെ A to Z നിങ്ങൾക്ക് പറഞ്ഞു വരുന്നുണ്ട്. അത് നോക്കുക. നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഇനിയിപ്പം ട്രേഡിംഗ് ഒന്നും അറിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന്റെ 1 മിനിറ്റിന്റെ വീഡിയോ ആയിട്ട് എന്താണ് ട്രേഡിംഗ്, എങ്ങനെയാണ് ലിക്വിഡിറ്റി, എന്താ വോളിയം, എന്താ ഏതൊക്കെ മാർക്കറ്റുകൾ ഉണ്ടെന്നുള്ളതിന്റെ ഷോർട്സ് ആയിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം 11 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഗോയിങ് ഫോർവേഡ് അതിനകത്ത് ഇനി കുറെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതിയെങ്കിൽ ഇങ്ങനെ, അതിനുശേഷം ട്രേഡിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. ഇനിയിപ്പം ഈ ഒരു സംഭവത്തിൽ ഈ പറഞ്ഞ സ്മാർട്ട് മണി അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഏത് വേണമെങ്കിലും ആവാം. അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ കാൻഡിൽ സിക്സ് പാറ്റേൺസ് കൂടി ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത്, അതും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇൻക്രീസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതായത് വിന്നിംഗ് പ്രോബിലിറ്റി കുറച്ചും കൂടി ഇൻക്രീസ് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇന്നലെ പറഞ്ഞിട്ടുള്ള 3 കാൻഡിൽ റിവേഴ്സൽ പാറ്റേൺസ് ആണ്. ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോകാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് നമുക്ക് കാൻഡിൽ സിക്സ് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. ഇന്നത്തേലും അടുത്തൊരു 3 വർക്കിംഗ് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ 2 ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ്. ഒന്ന് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ ആണ്. അതായത് ഒരു ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കാൻഡിൽ സിക്സ് പാറ്റേൺ ഉണ്ട്. അല്ല, നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് താഴത്തേക്ക് വരികയാണ്, പിന്നെ മേലേക്ക് പോകാൻ തുടങ്ങുകയാണ് എന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനുള്ള 3 ഇവിടെ പറഞ്ഞു. ബാക്കി 2 എന്ന് പറയുന്നുണ്ട്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഷ്രിങ്കിങ് കാൻഡിൽ സിക്സ് പാറ്റേൺസ് എന്നാണ് പറയുക. ഇതും കൂടുതൽ റിസൾട്ട് തരുന്ന, 59 കൂടുതൽ റിസൾട്ട് തരുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. എന്നാലും നമ്മൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. നമുക്കറിയാം ഈ സൈഡിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ബീറിഷ് ആണെന്ന് പറയാം. ബീറിഷിൽ നിന്ന് ബുള്ളിഷിലേക്ക് ട്രെൻഡ് റിവേഴ്സലാണ്. ഇതെന്ന് പറയുന്നത് ബുള്ളിഷിൽ നിന്ന് ബെറിഷിലേക്ക് പോവുകയാണെന്നാണ്. അപ്പോൾ നമ്മൾ ബീറിഷിൽ വരികയാണെങ്കിൽ ട്രെൻഡ് ചാർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. സോ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവിടെ പല ഗ്രീൻ ക്യാൻഡിലും ബുള്ളിഷ് ക്യാൻഡിലും ബീറിഷ് ക്യാൻഡിലൊക്കെ ഉണ്ടാവും. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് 1, ഇത് 2, ഇത് 3 അങ്ങനെ കൺസിഡർ ചെയ്യുക. ഈ ഗ്രീൻ എന്ന് പറയുന്നത് 4ാമത്തെ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇങ്ങനെ വരും തോറും ഇതിന്റെ സൈസ്, ഈ ഒരു ക്യാൻഡിലിന്റെ സൈസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ ബോഡി, ഈ ക്യാൻഡിൽ സൈസ് ഉദ്ദേശിക്കുന്ന ബോഡിയാണ്. ഈ ക്യാൻഡിലിന്റെ ബോഡി ഇതിനെക്കാട്ടും വലുതാണ്. ഇതിന്റെ ബോഡി എന്ന് പറയുന്നത് ഇതിനെക്കാട്ടിലും വലുതാണ്. അപ്പം ചെറുതാണ്, ഈ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ 3 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബീറിഷ് ക്യാൻഡിൽ, ഇപ്പം ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 ബീറിഷ് ക്യാൻഡിൽ വന്നിട്ട് ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അല്ല, ട്രെൻഡ് റിവേഴ്സൽ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള പല ഫാക്ടേഴ്സ്, ഒന്നില്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഒരു ഡിമാൻഡ് സോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ടാവും, അതല്ലാതുണ്ടെങ്കിൽ ഒരു മേജർ കീ ലെവൽ അല്ലെങ്കിൽ മൈനർ കീ ലെവൽസ് ഉണ്ടാവും. സോ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു പാറ്റേൺ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രെൻഡ് റിവേഴ്സൽ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സെയിം കോൺസെപ്റ്റ് വൈസ് വേഴ്സയാണ്. വൈസ് വേഴ്സ എന്ന് വെച്ചാൽ ഇതേപോലെ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 എന്നാണെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ മേലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പല ക്യാൻഡിൽസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവും. ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തു, അതായത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. കളേഴ്സ് ഏത് വേണമെങ്കിലും ആവും, പക്ഷേ ബുള്ളിഷ് ബെയറിഷ് എന്നുള്ള ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അറിയില്ല എന്നുണ്ടെങ്കിൽ ഷോർട്സിന്റെ ബേസിക്സ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ക്യാൻഡിലിന്റെ അനാട്ടമി എന്ന് പറയുന്നത്. അതൊന്ന് കണ്ടാൽ മതി. 1 മിനിറ്റിന്റെ ഷോർട്സ് ആണ്, 11 വീഡിയോസ് ഉള്ളത്. 1 മിനിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് 10 മിനിറ്റേ പോകുള്ളൂ. അപ്പം ഇത് ഇവിടെ ഇങ്ങനെ മാർക്കറ്റിൽ വന്ന് വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം ഇവിടെ ചെറിയൊരു ക്യാൻഡിൽ, ഇതൊരു ചെറിയ ക്യാൻഡിൽ. ഈ പോകും തോറും ഈ ക്യാൻഡിലിന്റെ സൈസ് കുറഞ്ഞു വരികയാണ്. ഇങ്ങനെ 3 അടുപ്പിച്ച് സൈസ് വരികയാണ്. അതിനുശേഷം ഒരു ബീറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ ഒപ്പം നമുക്കൊരു കൺഫർമേഷന് വേണ്ടി ഇവിടെ ഒരു സപ്ലൈ സോണോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു കീ ലെവലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ ഇതാണ് 4ാമത്തെ കാൻഡിൽ സിക്സ് പാറ്റേൺ, വിച്ച് ഈസ് ഷ്രിങ്കിങ് കാൻഡിൽ സിക്സ് പാറ്റേൺസ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കേണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് അല്ലെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അടുത്തതെന്ന് പറയുന്നത് ഇതും ഒരു ട്രെൻഡ് റിവേഴ്സലാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഔട്ട് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള ഒരു ക്യാൻഡിൽസ് ആയിരിക്കും ഈ പറഞ്ഞ ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ വന്നതുകൊണ്ട് മാത്രം നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. അതിന് നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. കൺസിഡർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ, അല്ലെങ്കിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണോ കീ ലെവൽസോ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാൻഡിൽ സിക്സ് പാറ്റേൺസിൽ നമുക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും ഏതൊരു ക്യാൻഡിൽ ആണെങ്കിലും നമ്മൾ എൻട്രി എടുക്കേണ്ടത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് 1:2 എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ 1:2 നല്ലൊരു പ്രോഫിറ്റ് മാർജിൻ തന്നെയാണ്. സോ ഇതിനകത്ത് നിങ്ങൾ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, ഇവിടെ നിങ്ങൾ എൻട്രി എടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് 1:2 എന്നുള്ള രീതിയിൽ വെക്കാം. അതുപോലെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ഇവിടെ ക്യാൻഡിൽ ഫോം ചെയ്ത് നിങ്ങൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണ്, ഷോർട്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് മേ ബി 1:2 എന്നുള്ള രീതിയിൽ ഇവിടെ അടുത്തെങ്കിലും ഏതെങ്കിലും ഒരു സോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ, മേ ബി സപ്ലൈ സോണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ, ഓർഡർ ബ്ലോക്ക് ഒക്കെ എന്താണെന്നുള്ള എസൻസിയിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കാൻ പറ്റും. സോ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഈ കേസിൽ ഇതേപോലെ ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് പല ക്യാൻഡിൽസ് വരും. ഇവിടെ നിങ്ങൾക്ക് കളർ എന്ന് പറഞ്ഞത് ഫാക്ടർ അല്ല, ഈ ചെറിയ ചെറിയ ക്യാൻഡിൽസ് എന്ന് പറയുന്നത് ഒരു കൺസോളിഡേഷൻ ആണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ കൺസോളിഡേഷൻ ആയിട്ട് ഒരു വലിയ ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടാവും, അതുപോലെ തന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു ബ്രേക്ക് ഔട്ട് തരുന്നുണ്ടാവും. സോ ഇവിടെ ഈ കളേഴ്സ് ഓഫ് ക്യാൻഡിൽ ഇവിടെ ഒരു ഫാക്ടർ അല്ല, അതായത് ഇവിടെ ചോപ്പാവാം, പച്ചയാവാം, ഏത് കളറും, ബുള്ളിഷ് ആവാം, ബെറിഷ് ആവാം. സോ ഈ ഒരു ക്യാൻഡിൽ എന്നുള്ളത് ഏത് വേണമെങ്കിലും ആവാം. അതിനുശേഷം ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ ആണ് ഫോം ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ മേ ബി ഒരു ഇങ്ങനെ ട്രെൻഡ് പോവുകയാണെന്ന് വിചാരിക്കും, ഇപ്പൊ നമുക്ക് ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയുന്നത്, അപ്പ് ട്രെൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ കൺസോളിഡേഷൻ കിട്ടിയിട്ട് ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു എന്താ പറയുക ബ്രേക്ക് ഔട്ട് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ഇത് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടും അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഡൗൺ ട്രെൻഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൺസോളിഡേഷൻ വന്നു, അതിനുശേഷം ഇങ്ങനെ ഒരു ക്യാൻഡിലാണ് ഫോം ചെയ്തതെന്നുണ്ടെങ്കിൽ താഴത്തേക്കാണ് എന്നുണ്ടെങ്കിൽ, അതാണ് ഇവിടെ ട്രെൻഡ് താഴത്തേക്കാണ്. ഈ ഒരു കേസിൽ ഇപ്പോൾ നമുക്ക് രണ്ട് മാർക്കറ്റ് മേലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് കൺസോളിഡേഷൻ വന്നു, അതിനുശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തതെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് അപ്പോൾ എന്തായി നമുക്ക് മനസ്സിലായി, വീണ്ടും മാർക്കറ്റ് വീണ്ടും പോസിറ്റീവായിട്ട് പോവാണ്. കാരണം നമുക്ക് ഇവിടെ ഒരു സോൺ ഉണ്ടായിരുന്നു, ആ സോണിനകത്ത് കുറച്ചു നേരം കടന്ന് കളിച്ചു, മേ ബി ഇവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടായിരുന്നു, കുറച്ചു നേരം കളിച്ചതിന് ശേഷം മേലേക്ക് ബ്രേക്ക് ഔട്ട് വന്നു, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റും. ഇതേ സാധനം തന്നെയാണ് ഇവിടെ, മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു, ഇവിടെ കൺസോളിഡേഷൻ കിടക്കുകയാണ്, കൺസോളിഡേഷൻ കടന്നു ഒരു സപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടാവും, മേ ബി അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് താഴത്തേക്ക് വരികയാണെന്നിരിക്കും, ഇങ്ങനെ വന്ന് ഈ സാധനം ഇങ്ങനെ കിടക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ മേലെ ഈ കിടന്ന ചെറിയ കൺസോളിഡേഷൻ കിടക്കുന്നുണ്ടാവുക, ഇങ്ങോട്ടും പോവാതെ. സോ അങ്ങനെ വരുന്ന സമയത്താണ് ഇങ്ങനെ കടന്നിട്ട് പെട്ടെന്ന് താഴത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ ട്രെൻഡ് റിവേഴ്സലാണെന്ന് മനസ്സിലായി, അപ് ട്രെൻഡിന്റെ കേസിൽ. അല്ല ഇനിയിപ്പം താഴത്തേക്ക് വരികയാണ്, ഇവിടെ സപ്പോർട്ടിൽ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്, ഒറ്റ ബ്രേക്ക് ഔട്ട് വന്നെങ്കിൽ വീണ്ടും ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ 3 എന്നുള്ളത് ഏറ്റവും മിനിമം ആണ്, 2 ക്യാൻഡിൽ വെച്ചാൽ പറ്റില്ല, 3 4 5 ലൈക്ക് 3-ൽ കൂടുതൽ എത്ര ക്യാൻഡിൽ, 3 മിനിമം, 3-ൽ കൂടുതൽ എത്ര ക്യാൻഡിൽസും ഇവിടെ ഉണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു ബുള്ളിഷ് ക്യാൻഡിലോ ഒരു ബീറിഷ് ക്യാൻഡിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് ഡിമാൻഡ് ലെവലിൽ മനസ്സിലാക്കിയിട്ട് നമുക്ക് അതൊരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ടെലിഗ്രാമിൽ വന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 പാറ്റേൺസ് പഠിച്ചു, ഇതിൽ 4 എണ്ണം, അപ്പോൾ നമ്മൾ മൊത്തം പറയുകയാണെങ്കിൽ 5 പാറ്റേൺസ് പഠിച്ചിട്ടുണ്ട്, അതിൽ 4 എണ്ണവും എന്താണ് ട്രെൻഡ് റിവേഴ്സൽ ആണ്. 5-മത്തേതെന്ന് പറയുന്നത് ട്രെൻഡ് റിവേഴ്സലിനും നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ട്രെൻഡ് കണ്ടിന്യൂഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഇത് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ള രീതിയിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. സോ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. സ്വാഭാവികമായിട്ടും നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നുണ്ടാവുക, നമുക്ക് മാർക്കറ്റ് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ നമുക്കൊരു ക്യാൻഡിൽ കിട്ടി, അതിന് ശേഷം ഒരു ചെറിയ ക്യാൻഡിൽ താഴത്തേക്ക് വന്നു, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി കൊടുത്ത് മേ ബി ഇതിന്റെ താഴെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുക്കാൻ പറ്റും. ബിക്കോസ് ഇത് നമുക്കൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് എന്ന് പറയാം, അതായത് ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് ആണ്, മേലേക്ക് പോയി ചെറിയൊരു ബോഡി, വലിയൊരു ഇവിടെ ചെറിയ രീതിയിൽ ഈ സെല്ലേഴ്സ് ഇതിന്റെ ആൾക്കാർ ചെറിയ രീതിയിലൊരു എന്താ പറയുക റെസ്റ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് കൺസിഡർ ചെയ്യണം. മാർക്കറ്റ് മേലേക്ക് പോവാണ്, ഒരു വലിയ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് ചെറിയൊരു റിട്രേസ്മെന്റ് തന്നു, ഇതൊരു പ്രോപ്പർ പുൾ ബാക്ക് ഒന്നും അല്ല, എന്നിട്ട് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ്. ഓപ്പോസിറ്റിൽ അതുപോലെ തന്നെ താഴത്തേക്ക് വരുന്നു, ഒരു ചെറിയ രീതിയിൽ ചെറിയൊരു പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ റിട്രേസ്മെന്റ് തരുന്ന സമയത്ത് എന്നിട്ട് വീണ്ടും ബിയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇവിടെ എൻട്രി എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ ടാർഗറ്റ് അടുത്ത് എവിടെയെങ്കിലും വെച്ച് ഷോർട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് ട്രെൻഡ് കണ്ടിന്യൂഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. സോ ഇതിന് നമുക്ക് സപ്ലൈ സോൺ ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മേ ബി ഇതിന്റെ ഈ ഒരു ഏരിയയിലായിരിക്കും ചിലപ്പം ഈ ഒരു സംഭവം വന്നിട്ടുണ്ടാവുക, ഈ ഒരു റെഡ് ക്യാൻഡിൽ വരുന്നിടത്ത് ഈ ഒരു ഭാഗത്തായിരിക്കും നമുക്ക് പറഞ്ഞ സപ്ലൈയോ അല്ലെങ്കിൽ ഡിമാൻഡോ എന്തെങ്കിലും ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും ഇങ്ങനെ വന്ന് ചെറിയൊരു റിജക്ഷനെ തരുള്ളൂ, മാർക്കറ്റ് ഭയങ്കര ശക്തിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ നമുക്കറിയാം SMT ട്രാപ്പ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോപ്പർ സോൺ ആയിരിക്കില്ല, ഒരുപാട് വോളിയൂംസ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ രീതിയിൽ ആൾക്കാരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വോളിയൂംസ് ആയിരിക്കും ഉണ്ടാവുക. സോ അവിടെ തെറ്റി ചെറിയ രീതിയിലൊന്ന് റിജക്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണെന്ന്, പക്ഷേ താഴത്തേക്ക് പോയില്ല, അതിന് ശേഷം വീണ്ടും അതിശക്തമായിട്ടൊരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ എൻട്രി എടുക്കാം. നമുക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് ഇവിടെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ട്രേഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും, ആ ട്രേഡ് അതേ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. സോ ഇതാണ് മൊത്തത്തിലുള്ള 6 ക്യാൻഡിൽ സ്റ്റിക്സ് പാറ്റേൺസ്. ഒരുപാടെണ്ണത്തിൽ 6 എണ്ണമാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 എണ്ണത്തിന് പൊതുവേ നല്ല റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് വേറെയും കുറെ പാറ്റേൺസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ
വെറുതെ കുറെ പാറ്റേൺസ് പഠിച്ച് നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ മുൻപത്തെ പ്രൈസ് ആക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാൻഡിൽസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാറ്റേൺസ് ഇപ്പോൾ അതുപോലെ എല്ലാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ടോപ്പ് ആയിട്ട് വേണ്ട കുറച്ച് പാറ്റേൺസ് മാത്രം നമ്മളിവിടെ പറയുന്നുള്ളൂ. ഇനി ഇതല്ലാണ്ട് വേറെ കാൻഡിൽസിന് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാം. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വീണ്ടും കുറെ കാലത്തിന് ശേഷം വീണ്ടും പൊടി തട്ടി എടുത്തേക്കാണ് ചാനൽസ് എല്ലാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോസും ഇങ്ങനത്തെ കണ്ടന്റ്സ് ഒക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ലൈക്ക് ചെയ്ത് വെക്കുക. നിങ്ങൾ ലൈക്ക് കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് സകല ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ഒന്ന് ചോദിച്ചാൽ മതി. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ടാണ് അറിയും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.